നമസ്തേ. ഛാന്ദോഗ്യ ഉപനിഷത്തിൻ്റെ ആദ്യത്തെ 5 അധ്യായങ്ങളാണ് നാം ഇതിനു മുമ്പ് നോക്കിയത്. ഇനി അടുത്തത് 3 അധ്യായങ്ങൾ കൂടിയുണ്ട്, 6, 7, 8. അതാണിപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. അതിനെപ്പറ്റി സാമാന്യമായ ഒരു വിചാരം, സാമാന്യമായ ഒരു വിവരണം നൽകുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ്യം. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ 6-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ശ്വേതകേതു എന്നൊരു ബാലൻ്റെയും അവൻ്റെ അച്ഛനായ ഉദ്ദാലക ആരുണി എന്നൊരു മുനിയുടെയും എന്നൊരു ആചാര്യൻ്റെയും കഥ പറഞ്ഞുകൊണ്ടാണ്. ശ്വേതകേതുവിന് 12 വയസ്സായപ്പോൾ ഉദ്ദാലകൻ പറയുന്നു, മകനെ വിളിച്ചിട്ട് പറയുന്നു, മകനെ, നീ എവിടെയെങ്കിലും ഒരു ഗുരുവിന് ശിഷ്യപ്പെട്ട് വേദങ്ങൾ അഭ്യസിക്കണം. വേദങ്ങൾ അഭ്യസിച്ചില്ലെങ്കിൽ നീ ബ്രഹ്മബന്ധു മാത്രമേ ആകൂ. അതായത് നീ ബ്രാഹ്മണനാകില്ല, ബ്രാഹ്മണൻ്റെ ബന്ധു മാത്രമേ ആകൂ. ഇതാണ് ശ്വേതകേതു അദ്ദേഹത്തിൻ്റെ പുത്രനോട് പറയുന്നത്. ഇതിൽ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അധ്യയനം നടന്നില്ലെങ്കിൽ, അതായത് വേദാധ്യയനം ഇല്ലാത്ത ഒരുവൻ ബ്രാഹ്മണനായി മാറില്ല. ജന്മം കൊണ്ട് തന്നെ ബ്രാഹ്മണനാകുന്ന ഒരു പരിപാടി ഇല്ല. അത് എല്ലാവർക്കും അറിയാം, സർവ്വവിദിതമായിട്ടുള്ള കാര്യമാണ്. പഠിക്കണം. ഈ ജന്മന ഉള്ള കഴിവുകൾ വെച്ചിട്ട് വേദങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. വേദങ്ങൾ പഠിച്ചില്ലെങ്കിൽ, പഠിക്കാതെ അവൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുസ്മൃതി പറയുന്ന പോലെ തടി കൊണ്ടുള്ള ആനയെപ്പോലെയാണ്, അല്ലെങ്കിൽ തുകൽ കൊണ്ടുള്ള പക്ഷിയെപ്പോലെയാണ് അവൻ. അവൻ ശരിക്കുള്ള പക്ഷിയുമല്ല, ശരിക്കുമുള്ള ആനയുമല്ല. ഇതാണ് ഈ കാര്യത്തിൽ നാം ധരിക്കേണ്ട ഒരു കാര്യം. പിന്നെ ബ്രാഹ്മണൻ്റെ മകനാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രാഹ്മണനാകണമെന്നൊന്നും ഇല്ല. അതാണ് ഈ ഉദ്ദാലകൻ്റെ ഉപദേശത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഉദ്ദാലകൻ നൽകിയ ഉപദേശം അനുസരിച്ച് മകൻ ആചാര്യകുലവാസം ചെയ്യാനായിട്ട് വേറൊരു ആചാര്യൻ്റെ അടുക്ക പോകുന്നു. 12 വർഷം കഴിഞ്ഞ് 24-ാമത്തെ വയസ്സിൽ, 24 വയസ്സ് പൂർത്തിയാകുമ്പോൾ അവൻ മടങ്ങിയെത്തുന്ന അച്ഛൻ്റെ അടുക്ക് മടങ്ങിയെത്തുമ്പോൾ അച്ഛൻ അവനെ സസൂക്ഷ്മം നിരീക്ഷിക്കും. അദ്ദേഹത്തിന് തോന്നി ഇവൻ ഇച്ചിരി അഹങ്കാരം വച്ചിട്ടുണ്ട്, അതായത് വേദങ്ങളെല്ലാം തനിക്കറിയാം എന്നൊരു ഔദ്ധത്യം അവൻ്റെ മുഖത്ത് തെളിയുന്നതായിട്ട് അച്ഛന് തോന്നി. അത് പാടില്ല. താൻ പണ്ഡിതനാണ്, വേദങ്ങളെല്ലാം തനിക്കറിയാം എന്ന ആ ഭാവം ശരിയല്ല, അത് തിരുത്തണം എന്ന് വിചാരിച്ച് അദ്ദേഹം മകനെ തന്നെ വിളിച്ചു പറയുന്നു, നിൻ്റെ മുഖത്ത് ഇങ്ങനൊരു തോന്നലുണ്ടാക്കുന്നുണ്ട്, നിൻ്റെ മുഖം ഇങ്ങനൊരു തോന്നലുണ്ടാക്കുന്നുണ്ട്, അത് ശരിയല്ല. എന്നിട്ട് അച്ഛൻ ചോദിക്കുകയാണ്, നീ ഒരു ഉപദേശം, ഒരു കാര്യത്തെക്കുറിച്ച് നീ ഉപദേശം തേടിയിരുന്നോ? ഗുരുവിൽ നിന്ന് ഉപദേശം തേടിയിരുന്നോ? അതെന്ത് കാര്യമാണ്? അതായത് നമ്മൾക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റാത്ത കാര്യത്തെ എങ്ങനെ അറിയും? അതിനുള്ള ഉപദേശം നീ തേടിയിരുന്നോ? ഗുരു നിനക്കത് തന്നിരുന്നോ? അതിൽ കേൾവിക്ക് വഴങ്ങാത്തതിനെ കേൾക്കണം, കാഴ്ചയ്ക്ക് വഴങ്ങാത്തതിനെ കാണണം, ചിന്തയ്ക്ക് വഴങ്ങാതിനെപ്പറ്റി ചിന്തിക്കണം, അതുപോലെ അറിവിന് വഴങ്ങാത്തതിനെ അറിയണം. അതിനുള്ള വിദ്യ എന്താണ്? അതിനുള്ള വിദ്യയെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഉപദേശം കിട്ടിയോ? അവൻ പറയും, എനിക്ക് അങ്ങനൊരു ഉപദേശമൊന്നും കിട്ടിയിട്ടില്ല, ഈ വിദ്യ എങ്ങനെ ഇരിക്കും എന്ന് അവൻ ചോദിക്കുന്നു. അപ്പം അച്ഛൻ പറയുന്നു, അതായത് ഒരു മൺകട്ടയെ അറിയുന്നതിലൂടെ മൃണ്മയമായ, അതായത് മണ്ണ് കൊണ്ടുള്ള സകലതിനെയും എങ്ങനെ അറിയാൻ പറ്റുന്നുണ്ടോ, മണ്ണ് മാത്രമാണ് സത്യമെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുവോ, ആ വിദ്യയാണിത്. അതൊരു മൺകട്ട പഠിക്കുന്നത്. മൺകട്ട എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഒരു നാമരൂപം പ്രകടനമാണ്. അപ്പോൾ ആ മൺകട്ട അറിയുന്നതോടുകൂടി അതിലേക്ക് പോയി മണ്ണാണ് സത്യം, മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന എല്ലാം ഈ മൺകട്ടയെ പോലെ
നാമരൂപ പ്രകടനങ്ങൾ മാത്രം, മണ്ണിൻ്റെ നാമരൂപ പ്രകടനങ്ങൾ മാത്രമാണ്. ആ കാര്യം മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ പറ്റുന്ന ആ ബോധ്യം ഉണ്ടാക്കുന്ന വിദ്യയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഒരു 2 ഉദാഹരണങ്ങൾ കൂടി അദ്ദേഹം ശ്വേതകേതുവിൻ്റെ മുൻപാകെ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലോഹമണി. ഒരു ലോഹമണി അറിയുന്നത് വഴി ലോഹത്താൽ ഉണ്ടാക്കപ്പെടുന്ന സകലതും അറിയാൻ പറ്റുകയും ലോഹമാണ് സത്യം, ബാക്കിയുള്ളതെല്ലാം ലോഹത്തിൻ്റെ നാമരൂപ പ്രകടനങ്ങളാണ് എന്ന് ബോധ്യമാകണം. അപ്പം സത്യമായിട്ടുള്ള ഒന്നേ ഉള്ളൂ. ആ സത്യമായിട്ടുള്ളതിനെ അറിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം തനിയെ അറിവാകും എന്നർത്ഥം. അങ്ങനെ സത്യമായിട്ടുള്ളതിന് അറിയാനുള്ള വിദ്യ നിനക്ക് കിട്ടിയോ? നീ അതിനെക്കുറിച്ച് ചോദിച്ചോ? ഇതാണ് ഉദ്ദാലകൻ മകനോട് ചോദിക്കുന്ന ചോദ്യം. വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു. ഒരു നഖനികൃന്ദനം എന്ന് വെച്ചാൽ നഖം വെട്ടി, ഒരു നഖം വെട്ടിയെ അറിഞ്ഞിട്ട് അതിലൂടെ അത് കൃഷ്ണായസം, അതായത് ഇരുമ്പാണ്, കാരിരുമ്പാണ് സത്യമായിട്ടുള്ള വസ്തുവെന്നും അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്, അതായത് ഇരുമ്പ് കൊണ്ടുള്ള സകല സംഗതികളും അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണെന്നും മനസ്സിലാക്കാൻ പറ്റുന്ന വിദ്യ. അത് ഇരുമ്പ് കൊണ്ടുള്ള സകലതും, അത് സത്യമായ വസ്തു ഇരുമ്പാണ്. ആ ഇരുമ്പിൻ്റെ നാമരൂപ പ്രകടനങ്ങളാണ് ഈ ഇരുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ വസ്തുക്കളും എന്നൊരു ബോധം നമുക്ക് വരണം. ആ ബോധമാണ്, അതായത് സത്യമായ വസ്തുവിനെ അറിയുന്നതിലൂടെ അതിൻ്റെ ഒരു പ്രകടനത്തിലൂടെ സത്യമായ വസ്തുവിലേക്ക് നമ്മൾ ചെല്ലുന്നു. എന്നിട്ട് അതിനെ അറിയുന്നതിലൂടെ നമുക്ക് എല്ലാ സത്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള സത്യത്തിൻ്റേതായ നാമരൂപ പ്രകടനങ്ങളെല്ലാം അപ്പോൾ നമുക്ക് ബോധ്യമാകും. അത് നമുക്ക് അങ്ങനെ അറിയുന്ന ബോധ്യമാക്കുന്ന വിദ്യയാണ് ഞാൻ പറഞ്ഞ വിദ്യ. അത് നിനക്ക് അവിടുന്ന് ലഭിച്ചോ? നീ ഗുരുവിൻ്റെ അടുക്ക് ചോദിച്ചോ? ഇല്ല, എനിക്ക് ആ വിദ്യ കിട്ടിയിട്ടില്ല, എനിക്കത് അറിയില്ല, എന്നെ പഠിപ്പിക്കൂ അച്ഛാ എന്ന് പറയുന്നു. അപ്പം അച്ഛൻ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. മോനെ, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിട്ടുള്ളത് സത്തിൽ നിന്നാണ്. സത്ത് മാത്രമാണ് ആദിയിലുണ്ടായിരുന്നത്. രണ്ടാമതൊന്നില്ലായിരുന്നു. അതാ ഏകമായിട്ടുള്ള ആ സത്ത് മാത്രമാണ് ഏകമായിരുന്നു. അത് രണ്ടാമതൊന്നില്ലായിരുന്നു. ആ സത്തിൽ നിന്നാണ് എല്ലാ പ്രപഞ്ചവും മുഴുവൻ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത്. എന്താണ് സത്ത്? നമുക്കറിയാം. നമ്മൾ ഇതുവരെ പല ഉപനിഷത്തുകൾ പഠിച്ചപ്പോഴും ആത്മാവ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ആത്മാവ് സത്ത്, ചിത്ത്, ആനന്ദമാണ്. അപ്പോൾ സത്തെന്ന് പറഞ്ഞാൽ നിലനിൽപ്പിനെ കുറിക്കുന്നതാണ്. സത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒന്നിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചല്ല പറയുന്നത്. പൊതുവിലുള്ള എല്ലാത്തിൻ്റെയും നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് സത്ത്. സത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നൊരവസ്ഥ, അതായത് ശുദ്ധമായ ഉണ്മ. മലയാളത്തിൽ പറഞ്ഞ ഉണ്മ, ഇംഗ്ലീഷിൽ പറഞ്ഞ പ്യുവർ എക്സിസ്റ്റൻസ്. ഏതിൻ്റെയെങ്കിലും ഇതിൻ്റെ എക്സിസ്റ്റൻസ് അല്ല സത്തെന്ന് പറയുന്നത്. എല്ലാത്തിനും അതീതമായ വെറും കേവലമായ ഉണ്മ, അതാണ് സത്ത്. അത് ഗീത 2:16 അതിനെ നിർവചിക്കുന്നുണ്ട്. ന അസതോ വിദ്യതേ ഭാവോ ന അഭാവോ വിദ്യതേ സതഃ. ന അസതോ വിദ്യതേ ഭാവഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസത്തിന് ഉണ്ട് എന്നൊരു ഭാവമേ ഇല്ല, ഉണ്ട് എന്നൊരു അവസ്ഥയേ ഇല്ല. ന അസതോ വിദ്യതേ ഭാവോ ന അഭാവോ വിദ്യതേ സതഃ. സത്തിനാണെങ്കിലോ ഇല്ല എന്നൊരവസ്ഥയേ ഇല്ല. അതായത് സത്ത് എപ്പോഴും ഉള്ളതിനെയാണ് സത്തെന്ന് പറയുന്നത്. ആ സത്തിൽ നിന്ന്, അതാണ് ആദിയിലുണ്ടായിരുന്നത്, വേറെ ഒന്നും അന്നില്ലായിരുന്നു. അതാണ് ഉദ്ദാലകാരന് പറയുന്നത്. ആദിയിൽ സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളതിനോട് പകരമുള്ള ഒരു കാര്യമുണ്ട്. സത്തിലാണെന്നല്ല, പിന്നെ അതിന്മേലുള്ള അഡീഷൻസാണ് ചിത്തും ആനന്ദവും. സത്താണ് ആദ്യം ഉണ്ടായിരുന്നത്. ആദിയിൽ ആ സത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഓരോന്നായിട്ട് ഈ പ്രപഞ്ചം ഉണ്ടായത്. ആദ്യം അഗ്നി ഉണ്ടാകുന്നു, അഗ്നിയിൽ നിന്ന് വെള്ളം ഉണ്ടാകുന്നു, വെള്ളത്തിൽ നിന്ന് അന്നം ഉണ്ടാകുന്നു, അന്നത്തിൽ നിന്ന് ഭൂതങ്ങളുണ്ടാകുന്നു. അങ്ങനെയാണെന്നാണ്
ഉദ്ദാലകാരുണ്യ പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി പരിശോധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആവശ്യത്തിന് ഇത്രയും ആയി. അതായത് ഇങ്ങനെ ഭൂതങ്ങൾ സത്ത് മാത്രമാണ് ആദിയിലുണ്ടായിരുന്നത്. അതായത് കേവലമായ ഉണ്മ മാത്രമാണ്, ഉണ്ട് എന്നൊരവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നു. ഭൗതികമായ ഒന്നുമില്ലായിരുന്നെന്ന് അർത്ഥം. അതിൽ നിന്നാണ് എല്ലാ ജീവികളും ഉണ്ടായത്. അത് ഉദ്ദാലകാരന് പിന്നൊരു കാര്യം കൂടെ പറയുന്നു. ചിലർ പറയുന്നു അസത്താണ് ആദ്യം ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ലായിരുന്നല്ലോ. വേറെ ഒന്നുമില്ലായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസത്താണെന്നാണ് ആളുകൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, ഉണ്ട് എന്നൊരവസ്ഥയാണ്. എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടായി വരില്ലല്ലോ. ഇപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവണം. ഭൗതികമായ ഒന്നുമില്ലെങ്കിൽ ആ സത്ത, കേവല ഉണ്മയുടെ രൂപമായ സത്ത് അവിടെ ഉണ്ടാവണം. അങ്ങനെ സത്താണ് ആദിയിലുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഈ ബാക്കിയുള്ള പ്രപഞ്ചം ആ സത്തിനാൽ നിലനിർത്തപ്പെടുന്ന അസത്താണ് സത്യമായ ഈ ലോകം. ആ ലോകം ഉണ്ടായത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഉണ്ടായ ഭൂതങ്ങൾ 3 തരത്തിലുള്ള ഭൂതങ്ങളുണ്ടായി എന്നാണ് ഉദ്ദാലകാരുണ്യ പറയുന്നത്. അതായത് അണ്ടജം, അണ്ടത്തിൽ നിന്നുണ്ടാകുന്നത്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ജീവജം, അതായത് പ്രസവിച്ചുണ്ടാകുന്നു. ജീവനോടുകൂടി തന്നെ അങ്ങ് പ്രസവിക്കുകയാണ്, അല്ല അണ്ഡമായിട്ടല്ല. ഉദ്ഭിജം എന്ന് വെച്ചാൽ മുളച്ച് വരുന്നത്. സസ്യങ്ങളൊക്കെ മുളച്ച് വരികയല്ലേ, ജെർമിനേറ്റ് ചെയ്യുന്നില്ല, അതിനാണ് ഉദ്ഭിജം. അങ്ങനെ 3 തരത്തിലുള്ള ജീവികളാണ് ഉള്ളതെന്ന് ഉദ്ദാലകാരനെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഈ അന്നം, നമ്മൾ കഴിക്കുന്ന അന്നവും അതൊക്കെ ഉണ്ടായെന്നല്ലേ ഇപ്പം പറഞ്ഞത്. അതായത് അഗ്നി, അതുപോലെ തന്നെ ജലം, ജലത്തിൽ നിന്ന് അന്നം, അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ. ആ ഭൂതങ്ങൾ 3 തരത്തിലുണ്ടായിരുന്നു പറയുന്നു. ഇപ്പം അന്നം കഴിച്ചാൽ, അന്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം 3 തരത്തിൽ വിഘടിക്കപ്പെടുന്നു. ഏറ്റവും ഖരരൂപത്തിൽ ഉണ്ടാകുന്നത് മലമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. പിന്നെ അതിൻ്റെ മധ്യമമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് മനസ്സായി രൂപപ്പെടുന്നു. അതായത് അന്നത്തിൽ നിന്നാണ് മനസ്സിൻ്റെ ഊർജം കിട്ടുന്നത് എന്നർത്ഥം. ഇത് വേറെ ഒരു പരീക്ഷണത്തിലൂടെ ഉദ്ദാലകാരുണി തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന അന്നം 3ആയി മാറുന്നു. നമ്മുടെ ദഹന പ്രക്രിയയിൽ 3ആയിട്ട് മാറുന്നു. ഏറ്റവും ഖരരൂപത്തിലുള്ളവ മലമായിട്ട് മാറുന്നു. രണ്ടാമത് മധ്യമാവസ്ഥയിലുള്ളതെല്ലാം മാംസമായിട്ട് മാറുന്നു. പിന്നെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് മനസ്സായി മാറും. അതുപോലെ കുടിക്കുന്ന വെള്ളം ഏറ്റവും ഖരരൂപത്തിലുള്ള, ഏറ്റവും കട്ടിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മൂത്രമായിട്ട് മാറുന്നു. പിന്നെ അതിൻ്റെ മധ്യമമായിട്ടുള്ള രക്തം, പിന്നെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് പ്രാണനായിട്ട് മാറും. എന്ന് വെച്ചാൽ പ്രാണൻ വെള്ളം കുടിച്ചില്ലെങ്കിൽ, വെള്ളമില്ലെങ്കിൽ പ്രാണനില്ല എന്നർത്ഥം. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കഴിച്ചില്ലെങ്കിൽ മനസ്സ് പ്രവർത്തിക്കത്തില്ല. അത് പ്രാണനുണ്ടെങ്കിലും മനസ്സ് പ്രവർത്തിക്കത്തില്ല എന്നർത്ഥം. അപ്പോൾ അതൊരു ഉദാഹരണം, അതിനൊരു പരീക്ഷണം ഉദ്ദാലകൻ നടത്തുന്നുണ്ട്. അതായത് മകനോട് പറയുകയാണ്, നീ പോയി ഒരു 15 ദിവസം ഒന്നും കഴിക്കാതെ നീ വരിക. അപ്പോൾ അവൻ വെള്ളം കുടിക്കും, 15 ദിവസം ഒന്നും കഴിക്കത്തില്ല. എന്നിട്ട് വന്നു, എന്താണ് അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യ്, നീ ആ വേദങ്ങളൊക്കെ ഒന്ന് ഉരുവിടണം. പിന്നെ ഋഗ്വേദവും യജുർവേദവും സാമവേദമൊക്കെ ഒന്ന് ചൊല്ലിക്കുക, ഞാൻ കേൾക്കട്ടെ. അപ്പം അവൻ അത് ഓർത്ത് നോക്കിയപ്പോൾ വലിയ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വന്നവനാണ്. അവന് ഓർമ്മയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഓർമ്മ വരുന്നില്ല അച്ഛാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ പോയി ഒരു കാര്യം ചെയ്യും, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അല്പം വിശ്രമിച്ചിട്ടൊക്കെ പോവാം. അവനങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ചതിന് ശേഷം എത്തുന്നു. അപ്പോൾ എന്താണ്, അവൻ അന്നേരം എല്ലാം ഓർമ്മ വന്നു. ഇതാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം. ഇനി അതായത് ഈ മനസ്സെന്ന് പറയുന്നത് അന്നമയമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആപോമയം എന്ന് വെച്ചാൽ ജലമയമാണ് പ്രാണൻ. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി എല്ലാ പ്രജകളും ഉണ്ടായി വന്ന് സത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പം പ്രജകളുടെ മൂലം എവിടെയാണ്? മൂല കാരണം എന്താണ്? സത്താണ്.
അതായത് സത്ത്, ബാക്കിയുള്ളതെല്ലാം ഇത് അതിന് ശേഷം അതിൽ നിന്നുണ്ടായി വരികയാണ്. അപ്പോൾ സത്താണ് എല്ലാത്തിൻ്റെയും അന്തിമമായ മൂലകാരണം, മൂലം അതാണ്. സത്തിന് തന്നെയാണ് അതിൻ്റെ ശരീരമായിട്ടും, ശരീരം സത്തിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സത്തിൽ ആണ് എല്ലാ ഭൂതങ്ങളും ഉറച്ചു നിൽക്കുന്നത്. അത് സത്തിലാണ് അതിൻ്റെ സ്ഥാനം, പ്രതിഷ്ഠ അതാണ്. ഇവിടെ അമൂലമായിട്ടുള്ള വെറുതെ ഉണ്ടായി വരുന്ന ഒന്നുമില്ല. അതാണ് ഉദ്ദാലകൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഏതെങ്കിലും ഒരു നിലവിലുള്ള ഒരു വസ്തുവിൽ നിന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായി വരുന്നില്ല. അതായത് അമൂലമായിട്ടുള്ള ഒന്നുമില്ല, കാരണമില്ലാത്ത ഒന്നുമില്ല. ഏതെങ്കിലും ഒരു ഇപ്പം അച്ഛനും അമ്മയും ഉണ്ടെങ്കിലേ ജീവനുള്ള ഒരു കുട്ടി വരികയുള്ളൂ. അല്ലാതെ ഒരു ജീവനുള്ള കുട്ടി ഇവിടെ പെട്ടെന്ന് പറന്ന് വീഴാൻ പറ്റത്തില്ല. പറന്ന് വീഴുന്നല്ലെങ്കിൽ പ്രത്യക്ഷമാകാൻ പറ്റത്തില്ല. അതാണ് അതൊരു എല്ലാ ശാസ്ത്രം വരെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു വലിയ പ്രഖ്യാപനം വരുന്നുണ്ട്. 6, 8, 7 വാക്യമാണ് അതിനകത്ത് പറയുന്നത്. അതാണ് തത്വമസി എന്ന മഹാവാക്യം. അതിനകത്ത് ഉദ്ദാലക അരുണൻ മകൻ്റെ ശ്വേതഗതിൻ്റെ അടുക്കെ പറയുന്നതിന് ഇവിടെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത്, അണിമാവായിട്ടുള്ളത് ആത്മാവാണ്. ആ ആത്മാവിൽ നിന്നുണ്ടായി വന്നിട്ടുള്ളതാണ് ഈ ഭൂതങ്ങളെല്ലാം. അങ്ങനെ ഉണ്ടായി വന്ന എല്ലാ കാര്യത്തിനും സത്യം എന്നാണ് പറയുന്നത്. സത്യം, അത് എന്താണ് സത്യം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് 8-ാം അധ്യായത്തിൽ ഇവിടെ തന്നെ വിവരിക്കുന്നുണ്ട്. അതായത് സത്തിനാൽ നിലനിർത്തപ്പെടുന്ന അസത്ത്. സത്തും അസത്തും ഉള്ളതാണ് സത്യം, അല്ല സത്തല്ല ഉള്ളതെന്ന്. സത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, എന്താണെന്ന് കണ്ടു. സത്തല്ല സത്യം. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്തും അസത്തും കൂടെ ചേർന്നതാണ്, രണ്ടും കൂടെ ചേർന്നതാണ്. അത് അങ്ങനെ ഉണ്ടായി വരുന്നതാണ്. അങ്ങനെ സത്യമായിട്ട് സത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സത്യമാണ് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും, എല്ലാ വസ്തുക്കളും. അപ്പോൾ ആ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. സത്തുമുണ്ട് അസത്തുമുണ്ടെങ്കിൽ അതാണ് ബ്രഹ്മം. അതാണ് ഇവിടെ 8-ാം അധ്യായത്തിൽ പറയുന്നത്. 8:3-4, 8:3-5 എന്നീ വാക്യങ്ങളിൽ ഇത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നാലെ കാണാം. അപ്പോൾ ഇത് സത്യമാണ്, ഉണ്ടായി വരുന്നതല്ല. അത് ആ അണിമാവായിട്ടുള്ളത് ആത്മാവാണ്. തത്ത് ത്വം, അത് നീയാണ്. അതായത് ബ്രഹ്മമാണ് നീ ബ്രഹ്മമാകുന്നു ശ്വേതകേതു എന്നാണ് അച്ഛൻ മകനെടുക്കെ പറയുന്നത്. അതാണ് തത്വം അസി. നീ ആകുന്നു. അത് ആ ബ്രഹ്മം നീ ആ ബ്രഹ്മം തന്നെ, അല്ലെ നീ വേറെ ഒന്നുമല്ല എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഇത് ശ്വേതകേതുവിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ വ്യക്തികളുടെയും കാര്യമാണ്. എല്ലാവരും ബ്രഹ്മം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന എല്ലാം ബ്രഹ്മം തന്നെയാണ്. അത് സത്തും അസത്തും ചേർന്ന ഒരു സത്തിനാൽ നിലനിർത്തപ്പെടുന്ന അസത്താണ് ഈ പ്രപഞ്ചം. അതെല്ലാം കൂടെ ചേർന്നതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോന്നും അത് അഖണ്ഡമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഓരോന്നും പ്രത്യേകം പറയുന്നത് ഏതായാലും അത് ബ്രഹ്മം തന്നെയാണ്. സമുദ്രത്തിൽ പോയി ഒരു കൈ വെള്ളം, അതും സമുദ്രം തന്നെ. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്രയും ഇങ്ങനെ സമുദ്രത്തിലൊരു വര വരച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഐഡൻറ്റിറ്റി ഒന്നുമില്ല. നമ്മളൊരു വലിയ ഒരു വല കൊണ്ടുവന്ന് അവിടെ വിരിച്ചിട്ട്, അല്ലെങ്കിൽ വലയല്ല വേറെ ഏതെങ്കിലും ഒരു എൻക്ലോഷർ കൊണ്ടുവന്ന് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, അതെല്ലാം സമുദ്രം തന്നെയാണ് എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഈ ശരീരമാകുന്ന എൻക്ലോഷർ എവിടെ ഇരിക്കുന്നു, അത് ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശ്വേതകേതു നീ ബ്രഹ്മമാകുന്നു. അതാണ് തത്വമസി. ഇത് നമ്മളുടെ ഉപനിഷത്തുകളിലെ ഒരു മഹാവാക്യം. ഉപനിഷത്തുകളിൽ 4 മഹാവാക്യങ്ങളാണുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം കണ്ടത് പ്രജ്ഞാനം ബ്രഹ്മ, അത് ഐതരേയ ഉപനിഷത്തിലാണ്. അതുപോലെ പിന്നെ അഹം ബ്രഹ്മാസ്മി, അവിടെയും ഇത് തന്നെയാണ് പറയുന്നത്, ഞാൻ ബ്രഹ്മം തന്നെയാണ്. അപ്പം നീയും ബ്രഹ്മം തന്നെ. അതാണ് ഇവിടെ തത്വമസി എന്ന് ശ്വേതകേതുവിനോട് പറയുന്നത്. ഞാൻ ബ്രഹ്മമാകുന്നു, നീയും ബ്രഹ്മമാകുന്നു. അഹം ബ്രഹ്മാസ്മി തത്വമസി, നീ അതാകുന്നു, നീ അത് തന്നെയാകുന്നു. അപ്പോൾ എല്ലാവരും ഇത് തന്നെ, ഞാനും നീയും എല്ലാം ബ്രഹ്മം തന്നെ. ഇതാണ് ഈ 3 മഹാവാക്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഒരെണ്ണം ഉള്ളത് മാണ്ഡൂക്യ ഉപനിഷത്തിലാണ്.
അതാണ് ആത്മാ ബ്രഹ്മ എന്ന മഹാവാക്യം. അത് നമ്മൾ മാണ്ഡൂക്യ ഉപനിഷത്ത് പഠിക്കുമ്പോൾ നമ്മളത് അതിനെക്കുറിച്ച് മനസ്സിലാക്കും. ഇനി ഈ വാക്യം, ആ വാക്യം ഞാനൊന്ന് വായിക്കാം. സ യ യേശോ അണിമ ഐതദാത്മ്യമിദം സർവം തത് സത്യം സ ആത്മാ തത്വമസി ചേതകേതോ. അതാണ് ഈ വാക്യം. പല ആവർത്തി ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ഇനി അടുത്ത കാര്യം, ഒരു പ്രത്യേകതമായിട്ട് പറഞ്ഞ വൃക്ഷങ്ങളിൽ നിന്ന് അതിൻ്റെ രസം സംഭരിച്ച് തേനീച്ചകൾ തേനുണ്ടാക്കുന്നുണ്ട്. തേനുണ്ടാക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഏത് വൃക്ഷത്തിൽ നിന്നുള്ള രസമാണ് ഈ തേനിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഈ തേനിനോടുകൂടി ചേരുമ്പോൾ അതിൻ്റെ വ്യക്തിപരമായ ഐഡൻറ്റിറ്റി ഇല്ലാതായി. അതുപോലെ എല്ലാ ഭൂതങ്ങളും സത്തിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവയ്ക്ക് വ്യക്തി രൂപമില്ല. വ്യക്തി രൂപമില്ലെന്ന് മാത്രമല്ല, വ്യക്തി എന്നുള്ള ആ അവസ്ഥയില്ല. അതെല്ലാം സത്ത് മാത്രമാണ്. അതുപോലെ ഇവിടെ ഉള്ളത് ഈ സത്തിൽ നിന്ന് ഭവിച്ചു വരുന്ന എന്തെല്ലാം ഉണ്ടോ, അത് വ്യാഘ്രമായാലും സിംഹമായാലും മൃഗമായാലും വരാഹമായാലും എന്തായാലും ഏതെല്ലാം തരത്തിലുള്ള ജീവികളായാലും അത് സത്തിൽ നിന്നുണ്ടായി വരുന്നത് അതുപോലെ തന്നെ സത്തിൽ ചെന്ന് ചേരും. അതായത് ഏതെല്ലാം സംഭവിക്കുന്നുവോ അത് ആഭവതി, ഏതെല്ലാം ഭവിക്കുന്നുവോ അത് ആഭവതി, അത് തിരിച്ച് അതുപോലെ തന്നെ വരും എന്നർത്ഥം. അത് ഈ ആഭവതി ആഭവന്തി എന്നാണ് ഉള്ള ബഹുജന രൂപത്തിലാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് പലരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരെണ്ണമാണ്. ഒരു സിമ്പിൾ കാര്യം കൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് ആഭവതി എന്നുള്ള വാക്ക് നമ്മൾ ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി, എക്സിസ്റ്റൻസ് എന്നൊക്കെയുള്ളൊരു അർത്ഥം അതിനകത്ത് ഇംഗ്ലീഷിൽ കാണാം. പക്ഷേ നമ്മളൊരു ഗച്ഛതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നു എന്നാണ്. ആ ഗച്ഛതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഭവതി, ഈ സത്തിൽ നിന്ന് ഏതെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ ഭവിക്കുന്നു, ഭവന്തി ബഹുവചന രൂപത്തിൽ പറഞ്ഞാൽ അതെല്ലാം ആഭവന്തി എന്നാണ് ഈ 6:9 വാക്യം പറയുന്നത്. അന്ന് വച്ചു കഴിഞ്ഞാൽ അതെല്ലാം തിരിച്ച് സത്തിൽ തന്നെ ചെന്ന് ചേരും. സത്തിൽ തന്നെ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് ഐഡൻറ്റിറ്റി ഇല്ല, ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഇല്ല, എല്ലാം സത്ത് തന്നെയായിട്ട് മാറും. ഇതാണ് യാജ്ഞവൽക്യൻ ഈ 2:4-12, 2:4-13 ബൃഹദാരണ്യകോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്. 2:4-12 ഇങ്ങനെ പറയും, സംജ്ഞ ഇല്ലാതാകും, അതായത് വ്യക്തിപരമായ ഐഡൻറ്റിറ്റി ഇല്ലാതാകുമെന്ന് യാജ്ഞവൽക്യൻ പറഞ്ഞപ്പോൾ മൈത്രേയി ചോദിക്കുന്നു, ഭാര്യ ചോദിക്കുന്നു, പക്ഷെ അത് ശരിയാണോ എന്നുള്ള സംശയമായി അവർക്ക്. അപ്പം അത് സംശയിക്കാനൊന്നുമില്ല പ്രിയേ, എനിക്കത് പറയാനുള്ള അധികാരമുണ്ട് എന്നാണ് യാജ്ഞവൽക്യൻ അവിടെ പറയുന്നത്. ഇനി അടുത്തത് ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. യേശോ അണിമ ഐതദാത്മ്യമിതം സർവം എന്നുള്ളത് തത്വമസി ശ്വേതകേതോ എന്നുള്ള വാക്യം വയ്ക്കുന്നത്. ഇത് തന്നെ ഈ പൂമ്പാറ്റകളുടെ കാര്യം തന്നെ ഇനി വേറൊരു ഉദാഹരണത്തിൽ കുറച്ചുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് നദികൾ സമുദ്രത്തിൽ നിന്നാണല്ലോ നദികൾ ഉണ്ടാകുന്നത് തന്നെ. അതായത് അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മഴ എങ്ങനെ ഉണ്ടാകുന്നു, അങ്ങനെ നദികളുണ്ടാകുന്നു. നദികളിലെല്ലാം ചെന്ന് ചേരുന്ന എവിടെയാണ്? സമുദ്രത്തിലാണ്. സമുദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അത് ഇന്ന നദിയുടെ വെള്ളം അല്ലെങ്കിൽ മറ്റേ നദിയുടെ വെള്ളം എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, പറയാനും പറ്റത്തില്ല. അപ്പോൾ എല്ലാം ചേർന്ന് ഒന്നായി സമുദ്രം തന്നെയായി. അതുപോലാണ് സത്തിൽ നിന്ന് എന്തെല്ലാം ഉണ്ടാകുന്നു അതെല്ലാം തിരിച്ച് സത്തിൽ തന്നെ ചെന്ന് ചേരും. അപ്പോൾ അതോടുകൂടി ഈ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഇല്ലാതാകും. പിന്നെന്ത് പുനർജന്മം? അതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. പുനർജന്മത്തെക്കുറിച്ച് ആളുകളൊന്നും ഇങ്ങനെ ഒരു സംശയാലുക്കളാകേണ്ട കാര്യമില്ല. ഇത് ആവർത്തിച്ച് ഇതേ കാര്യങ്ങൾ തന്നെ ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്. അത് യുക്തിപൂർവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇനി അടുത്ത അധ്യായം 7-ാം അധ്യായം. അവിടെ നാരദൻ സനത്കുമാരൻ
ആ, മുനിയുടെ അടുത്ത് ചെന്നിട്ട് എന്നെ പഠിപ്പിക്കൂ എന്ന് പറയും. അപ്പോൾ നിനക്ക് എത്രത്തോളമൊക്കെ അറിയാം, അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളത് ഞാൻ പഠിപ്പിക്കാമെന്ന് പറയും. അപ്പോൾ നാരദൻ പറയും എനിക്ക് വേദങ്ങളറിയാം, അതുപോലെ വേദങ്ങളെല്ലാം അറിയാം, വേദങ്ങളറിയാം, ബാക്കിയുള്ള അതിനനുബന്ധമായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും അറിയാം. അങ്ങനെ ഓരോന്നായിട്ട് എണ്ണി പറയുന്നു. ഋഗ്വേദം അറിയാം, യജുർവേദം അറിയാം, സാമവേദം അറിയാം, അതുപോലെ അഥർവവേദം അറിയാം, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്നിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും എനിക്ക് ശോകം തീരുന്നില്ല, എനിക്ക് ദുഃഖം ഉണ്ടാകുന്നുണ്ട്, അപ്പോൾ ദുഃഖം അവസാനിക്കുന്നില്ല. ആത്മജ്ഞാനം ഉണ്ടെങ്കിലേ ദുഃഖം അവസാനിക്കൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആത്മജ്ഞാനം നൽകണം. അതാണ് നാരദൻ സനത്കുമാരൻ്റെ അടുക്കെ പറയുന്നത്. അപ്പോൾ സനത്കുമാരൻ പറഞ്ഞു, നിനക്ക് ഈ അറിയാവുന്നതൊക്കെ വെറും നാമങ്ങൾ മാത്രമാണ്, വെറും പേരാണ്, ഇതിനകത്തൊന്നും ഈ ശോകം മാറുന്ന കാര്യങ്ങളൊന്നുമില്ല. ഈ കാര്യം ഒരുപാട് പഠിച്ചെന്ന് വിചാരിച്ച് ആത്മാവിനെ കിട്ടത്തില്ല, ആത്മാവിനെ അറിയാൻ പറ്റത്തില്ല എന്ന് കഠോപനിഷത്തിൽ നമ്മൾ കണ്ടതാണ്. 2:23 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2-ാം വല്ലിയിൽ 23 മന്ത്രത്തിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് വേറെ ഒരു ഉപനിഷത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മേധയാ, ബുദ്ധിയുള്ളത് കൊണ്ടോ ബഹുനാ ശ്രുതേന, ഒരുപാട് പഠിച്ചത് കൊണ്ടോ ഒന്നും ആത്മാവിനെ അറിയാൻ പറ്റത്തില്ല. ആത്മാവ് സ്വയം ആത്മാവിനു വേണ്ടി സ്വയം അർപ്പിക്കുന്നവനെ ആത്മാവിനെ അറിയാൻ പറ്റൂ. അവന് വേണ്ടി ആത്മാവ് സ്വന്തം സ്വയം വെളിവാക്കുന്നു എന്നാണ് ആ മന്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇത് നീ എനിക്കറിയാവുന്നതെല്ലാം നാമം മാത്രമാണ്, നിനക്ക് ഇതുകൊണ്ടൊന്നും കാര്യമില്ല, നീ ഒരുപാട് ഇങ്ങനെ പഠിച്ചുകൊണ്ടൊന്നും ആത്മാവിനെ അറിയാൻ പറ്റത്തില്ല, അപ്പം നിനക്ക് ദുഃഖം ഉണ്ടാകും. അപ്പം നാമം മാത്രമാണെന്ന് പറയുമ്പം നാമത്തിനപ്പുറമുള്ള എന്താണ്? അങ്ങനെ വാക്കാണ്, വാക്കിനപ്പുറമുള്ള മനസ്സാണ്, മനസ്സിനപ്പുറം എന്താണ്? അത് സങ്കല്പമാണ്. അങ്ങനെ പറഞ്ഞ് അവരെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവസാനം പ്രാണൻ എന്നുള്ളിടത്ത് ചെല്ലുന്നു, അതും കഴിഞ്ഞിട്ട് ആത്മാവിൽ ചെന്നെത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജ്ഞാനപരമായിട്ടുള്ള ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. അത് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആത്മജ്ഞാനം കൊണ്ടാണ് ശോകങ്ങളെല്ലാം മാറുന്നത്, അതുപോലെ തന്നെ കാമങ്ങളെല്ലാം മാറുന്നത്. ആത്മാവിനെ അറിയുന്നവൻ പരമമായതിനെ പ്രാപിക്കുന്നു എന്നുള്ളതും നമുക്കറിയാം, നമ്മളതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി കുറേ കഴിഞ്ഞിട്ട് സനത്കുമാരൻ ഒരു കാര്യം പറയുന്നുണ്ട്, യഥാ വൈ മനുതേർ അഥ വിജാനാതി. അതായത് മനനം ചെയ്യുന്നതിൽ കൂടിയാണ് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. വെറുതെ കാര്യങ്ങളങ്ങ് കേട്ടാൽ ഉടനെ അറിയാനൊന്നും പറ്റത്തില്ല. നീ അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് കാര്യമായാലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി നമുക്ക് കിട്ടുന്ന ഏത് സിഗ്നലായാലും ശരി, നമ്മളതിനെ അപ്പടി അങ്ങ് മനസ്സിലാക്കുകയല്ല. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണ് ഉണ്ടാക്കുന്നത് എന്താണ്? ഒരു ഇൻവെർട്ടഡ് ഇമേജാണ്. അതാണ് റെറ്റിനയിൽ പതിയുന്നത്. നമ്മൾ പക്ഷേ ആ കാഴ്ച കാണുന്നത് എങ്ങനെയാണ്? ഈ സിഗ്നൽ മനസ്സ് ഉള്ളിലേക്ക്, നമ്മുടെ തലച്ചോറിലേക്ക് കൊണ്ടുവന്നു, മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ ചിന്തകളിൽ, ഭാരതീയ തത്വങ്ങളിൽ മനസ്സിൻ്റെ പ്രവൃത്തികളെ 4ആയി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് മനസ്സ്, അതായത് ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന തലച്ചോറിൻ്റെ പ്രവർത്തന ഭാഗമാണ് മനസ്സെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ബുദ്ധി, ഈ വിവേകം കാണിക്കുന്ന, അതായത് തെറ്റോ ശരിയോ എന്നുള്ള വിവേചിച്ചറിയാനുള്ള കഴിവാണ്. അതിനെയാണ്, ആ കഴിവിനെ പ്രയോഗിക്കുന്ന ഭാഗമാണ് ബുദ്ധി എന്ന് പറയുന്നത്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളുടെയും ശേഖരണ കേന്ദ്രമാണ്. അതിനും ഒരു ഭാഗം തലച്ചോറിലുണ്ട്. നാലാമത്തെന്ന് പറഞ്ഞാൽ അഹങ്കാരം, എന്നെക്കുറിച്ചുള്ള എൻ്റെ അറിവ്, അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അല്ലാതെ ദമ്പെന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. അങ്ങനെ അഹംഭാവം, അഹങ്കാരം, അങ്ങനെ 4 ചേർന്നതാണ് അന്ധക്കരണങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മൾ കണ്ണിൽ കിട്ടുന്ന ഈ ഇമേജ് മനസ്സാണ്
അകത്തേക്ക് കൊണ്ടുപോയിട്ട് അകത്ത് ചിത്തത്തിലിരിക്കുന്ന എന്തെങ്കിലും വിവരങ്ങളുമായിട്ട് ഈ സിഗ്നലിന് വല്ല ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കും. അതിന് നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ്. അപ്പോൾ അങ്ങനെ പരിശോധിച്ചപ്പോൾ നീ കണ്ടതൊരു പൂവിനെയാണ് എന്നുള്ളൊരു വിവരം മനസ്സിന് കിട്ടുന്നു. അത് ഉടനെ അഹങ്കാരത്തിന് കൊടുക്കുന്നു. അഹങ്കാരം, ഓ അത് ശരി പൂവ്, അപ്പം പൂവാണെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ അതിന് മണമുണ്ടോ എന്ന് നോക്കാം, അങ്ങനെയുള്ള ഉത്തരവുകൾ വരും. അപ്പം മൂക്ക് മണമുണ്ടോ എന്ന് നോക്കുന്നു. ആ വിവരവും ഇതുപോലെ തന്നെ പോയി അത് അവിടെ രേഖപ്പെടുത്തി അത് താരതമ്യം ചെയ്ത് നോക്കി. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. അതാണ് സനത് കുമാരൻ പറയുന്നത്, യഥാ വൈ മനുതേ അധ വിജാനാദി. എന്നുവെച്ചാൽ മനനം, മനസ്സ് ചിന്തിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ അറിയത്തില്ല എന്ന് പറയുന്നു. ഇനി വേറെ സുഖം എവിടെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ മഹത്തായ ബൃഹത്തായതിലാണ് സുഖം ഇരിക്കുന്നത്. ഒരാൾ അന്യനുണ്ട്, ഒരെണ്ണം മാത്രമാണെങ്കിൽ സുഖമായിട്ട് അനുഭവം. അതായത് ആത്മചൈതന്യത്തെ മാത്രം, ആത്മചൈതന്യത്തെ അറിഞ്ഞാൽ, എല്ലാത്തിലും ആത്മാവിനെ മാത്രം അറിഞ്ഞാൽ അവന് സുഖം കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ അവന് എല്ലാത്തിലും ആത്മാവിനെയാണ് കാണുന്നത്. അല്ലെങ്കിൽ തന്നിൽ എല്ലാ വസ്തുക്കളെയും കാണുകയാണ്. എല്ലാ വസ്തുക്കളും തന്നിൽ തന്നെയാണ് ഇരിക്കുന്നതാണ്. ആ ഒരു ഏകത്വ ദർശനം അവന് കിട്ടിക്കഴിഞ്ഞാൽ അവന് എന്തിനെയാണ് ആഗ്രഹിക്കുന്നത്, എല്ലാം അവനിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അവന് മറ്റൊന്നില്ലാത്തപ്പം ആഗ്രഹങ്ങളില്ല, കാമങ്ങളില്ല. വളരെ സ്വസ്ഥനായിട്ട് ശാന്തിയോടെ സമാധാനത്തോടെ ആനന്ദത്തോടെ ജീവിക്കാം. അതാണ് ഈ നമ്മളുടെ അല്പമായിട്ടുള്ളതിൽ ആനന്ദമില്ല, വിശാലമായിട്ടുള്ളതിൽ, ബൃഹത്തായിട്ടുള്ളതിൽ, അനന്തമായിട്ടുള്ളതിലാണ് ആനന്ദം ഇരിക്കുന്നത് എന്നാണ് സനത് കുമാരൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നമ്മൾ 8-ാം അധ്യായത്തിലേക്കാണ് പോകുന്നത്. 8-ാം അധ്യായത്തിൽ ഒരു സങ്കല്പത്തിൽ കൂടിയാണ് തുടങ്ങുന്നത്. അതായത് ഈ നമ്മൾ ആത്മാവിൻ്റെ പ്രവർത്തന കേന്ദ്രം എവിടെയാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അത് ഹൃദയമാണെന്നും ആ ഹൃദയം ഇതാണ്, ഇവിടെ ഇരിക്കുന്നതാണ്, ഇതിന് നേരെ പിന്നിലിരിക്കുന്ന തലാമസ് ആണെന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ തലാമസിന് പറയുന്ന അതിന് ബ്രഹ്മപുരം എന്നാണ്. നമ്മൾ ബ്രഹ്മത്തിൻ്റെ ബ്രഹ്മമാകുന്ന പുരം, ആ പുരത്തിലിരിക്കുന്ന അവിടെ ഒരു ചെറിയ താമര ഭവനമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആകാശമുണ്ട്. അവിടെ ആണ് ആത്മാവിൻ്റെ പ്രവർത്തന കേന്ദ്രം. അപ്പം ആ താമര ഭവനം എന്ന് പറഞ്ഞാൽ ഈ തലാമസ് തന്നെയാണ്. അതിനുള്ളിൽ ചെറിയൊരു താമര ഭവനമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമായിട്ടും ബന്ധമില്ലാത്ത രീതിയിൽ, അതായത് താമരയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ നനയത്തില്ലല്ലോ, അതുപോലുള്ള ഒരിടം. അതിനുള്ളിൽ ചെറിയൊരു ആകാശമുണ്ട്. ഈ ആകാശത്തിലാണ് ഇത് ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. പ്രവർത്തന കേന്ദ്രം അവിടെയാണ്. ഈ ആകാശത്തിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ആകാശത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും വിദ്യുതും എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈ ചെറിയ ആകാശത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ചെറിയ ആകാശത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ചെറിയ ആകാശത്തിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്, ഇതിനും കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് പറയുന്നത്. അതായത് ഈ പുറത്ത് കാണുന്ന, അതായത് പ്രപഞ്ചം തന്നെ ഈ ഒരു ചെറിയ ആകാശത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിനും അപ്പുറത്തേക്ക് വളരാനുള്ള കരുക്കളും ഈ ചെറിയ ആകാശത്തിലുണ്ട്. അതാണ് പറയുന്നത്. അതൊരു ഗഹനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് പറയുന്നത് ഒരണു പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു. അറിവായി ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത്, എല്ലാം ഉള്ള ഏറ്റവും സൂക്ഷ്മ രൂപത്തിൽ ഇത് ആ ചെറിയ ആകാശത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാറ്റിലും എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു എന്നുള്ള ഒരു ചിന്തയിലേക്കാണ്, എന്നുള്ള ഒരു ധാരണയിലേക്കാണ് നമ്മൾ വരുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ ജീവികളെല്ലാം ഉണ്ടായത് ഏകകോശ ജീവിയിൽ നിന്ന് പരിണമിച്ചാണെന്ന് ആണല്ലോ വിശ്വാസമല്ല, ശാസ്ത്രം അതാണ് പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ ഒരു ധാരണ അതാണ്. ഏകകോശ ജീവിയിൽ നിന്ന് ആദ്യം ഏകകോശ ജീവി ഉണ്ടാകുന്നു, ആ ജീവിയിൽ നിന്ന് പരിണമിച്ചാണ് മറ്റുള്ള ജീവികളുണ്ടായെന്ന് പറയുന്നു. അങ്ങനെ പരിണമിച്ചുണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ ഏകകോശ ജീവിയിൽ നിന്ന് പരിണമിച്ചുണ്ടായ എല്ലാ ജീവികളുടെയും സൂക്ഷ്മരൂപം
അതിൻ്റെ ജീനോം സീക്വൻസ് ഏറ്റവും സൂക്ഷ്മമായിട്ട് അതിനുള്ള കരുക്കളെങ്കിലും പൊട്ടൻഷ്യൽ അത് തീർച്ചയായിട്ടും ഈ ഏകകോശ ജീവിയിൽ അടങ്ങിയിട്ടുണ്ടാകും, ഏകകോശത്തിൽ അടങ്ങിയിട്ടുണ്ടാവണം. ഇനി ഇപ്പോഴും തന്നെ ആ ഏകകോശ ജീവി ഇപ്പോഴും തന്നെ നമ്മളുടെ ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആദ്യ രൂപം എന്താണ്? ഒരു ഏകകോശ ജീവിയായിട്ടാണ് എല്ലാ കുട്ടികളും ഉണ്ടാകുന്നത്. ഏകകോശം അമ്മയുടെ ഗർഭത്തിൽ ഏകകോശമായിട്ട് വരുന്ന അണ്ടവും ഒരു ബീജവും തമ്മിൽ സമ്മേളിച്ച് ഒരു കോശമുണ്ടാകും. ആ കോശം വളർന്നാണ് ഈ വലിയ മനുഷ്യനാകുന്നത്. ആ കോശത്തിൽ എന്തൊക്കെയാണുള്ളത്? അപ്പോൾ ഈ മനുഷ്യൻ വളർന്ന് ഏത് രൂപത്തിൽ വളരണമെന്നും ഈ മനുഷ്യൻ്റെ കണ്ണുകളും കാതുകളും ഇതെല്ലാം എങ്ങനെ ഇരിക്കണമെന്നും എല്ലാം നിശ്ചയിച്ച് എല്ലാത്തിൻ്റെയും ഒരു ബ്ലൂ പ്രിൻ്റ് ഈ ഏകകോശത്തിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതെങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നത്? അതേപോലെ തന്നെയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് സങ്കല്പിക്കാമെങ്കിൽ അതുപോലെ തന്നെയാണ് ഈ അന്തരാകാശത്തിൽ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും അടങ്ങിയിട്ടുള്ളതായിട്ട്, സൂക്ഷ്മ രൂപത്തിൽ അടങ്ങിയിട്ടുള്ളതായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ അടങ്ങിയിട്ടുള്ളതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുക. അപ്പോൾ ഇതൊരു വലിയ തത്വമാണ്. എല്ലാറ്റിലും എല്ലാം അടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വൈവിധ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഒരച്ഛനും അമ്മയ്ക്കും എത്ര കുട്ടികളുണ്ടായാലും അവരെല്ലാം അച്ഛനും അമ്മയിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. ഒരു നേരായിട്ടുള്ള ഒരു സ്ട്രാൻഡ് ഉണ്ടാകും. അവരുടെ പാരമ്പര്യം കാത്തുവെച്ചും ഒരു സ്ട്രാൻഡ്, പാരമ്പര്യത്തിൻ്റെ ഒരു സ്ട്രാൻഡ് അങ്ങനെയായിരിക്കും. ബാക്കിയുള്ളതെല്ലാം വളരെ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തത എവിടെ നിന്നുണ്ടാവുന്നു? രൂപം കൊണ്ട് പോലും ചേട്ടനും അനിയനും തുല്യമാകത്തില്ല. കാർബൺ കോപ്പികളല്ല. അതുപോലെ തന്നെ അച്ഛൻ്റെ കാർബൺ കോപ്പികളല്ല മക്കൾ. ഈ വൈവിധ്യം എങ്ങനെ ഉണ്ടാകുന്നു? അപ്പോൾ ഈ വൈവിധ്യം കൊടുക്കാൻ തക്കവണ്ണമുള്ള കരുക്കൾ, പൊട്ടൻഷ്യൽ ഈ അച്ഛനുള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം. ആ അച്ഛനിൽ നിന്നാണല്ലോ അങ്ങനെ ഇതൊക്കെ വരുന്നത്, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന്, രണ്ടുപേരിൽ നിന്നും വരുന്നു. അപ്പോൾ അവരിൽ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നു. വൈവിധ്യത്തിനുള്ള കരുക്കളെല്ലാം, ആ പൊട്ടൻഷ്യലെല്ലാം അവരിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവരിൽ അനന്തമായിട്ടുള്ള വൈവിധ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് അതിനകത്തുനിന്ന് സിദ്ധിക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ മക്കളുണ്ടാകാം, അവരെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും. ഒരു ഏകകോശ ജീവിയിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലുള്ള ഈ ലോകത്തുള്ള എല്ലാ ജീവികളും ഉണ്ടായിരുന്നില്ല. എത്രയോ കോടിക്കണക്കിന് ജീവികളും ചത്ത് മണ്ണടിഞ്ഞു. ഇനി എത്രയോ ഉണ്ടാകാതിരിക്കുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു എന്താണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് ആ ഏകകോശ ജീവിയിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടായി വരത്തില്ലല്ലോ. അതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറഞ്ഞാൽ അതാണ് ഇതിനകത്തും പറയുന്നത്. ഇവിടെ അമൂലമായിട്ടുള്ള ഒന്നുമില്ല, ഒരു മൂലം ഉണ്ടായിരിക്കണം എപ്പോഴും. ഉള്ള ഒന്നിൽ നിന്ന് ഒരെണ്ണം ഉണ്ടായി വരാൻ പറ്റത്തുള്ളൂ. അതുപോലെ അത് വേറെയും വാക്കി പറയുന്നുണ്ട്, അസത്തിൽ നിന്നൊന്നും ഉണ്ടായി വരത്തില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെ ഉണ്ടായി വരുന്നത്? സത്തിൽ നിന്നേ ഉണ്ടായി വരുള്ളൂ. സത്താണ് ആദ്യം ഉണ്ടായിരുന്നത്. അതാണ് ഉദ്ദാലകാരുണി പറഞ്ഞു തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പം വെളിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ അന്തരാകാശത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാറ്റിലും എല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ ഓരോ ബിന്ദുവിലും അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അവിടെ ഇരിക്കുന്ന ആത്മാവിന്, ഈ അന്തരാകാശത്തിലേക്ക് ആത്മാവിന് മരണമില്ല, അതിന് ജര ബാധിക്കത്തില്ല, പാപം ബാധിക്കത്തില്ല, ദാഹവും വിശപ്പും ഒന്നും ബാധിക്കത്തില്ല. ഇതാണ് അതിനകത്ത് പറയുന്നത്. ഇനി ഈ ശരീരത്തിൽ ജ്യോതിസായിട്ടിരിക്കുന്ന സ്ഥിതി ചെയ്യുന്ന ആത്മാവ് അത് അനശ്വരമാണ്. അതിൽ നിന്നാണ് ബ്രഹ്മം ഉണ്ടാകുന്നത്. ശരീരത്തിൽ ജ്യോതിസായിട്ടിരിക്കുന്ന ആത്മാവാണ് ബ്രഹ്മം. ശരീരവുമുണ്ട്, രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ശരീരമുണ്ട്, അതിൽ ജ്യോതിസായിട്ടിരിക്കുന്ന ആത്മാവുമുണ്ട്. അത് രണ്ടും ചേർന്നതാണ് ബ്രഹ്മം. അതാണ് 8:3-4 വാക്യത്തിൽ ഈ ഉപനിഷത്തിൽ പറയുന്നത്. അപ്പം ശരീരം അത് അത് നശ്വരമായിട്ടുള്ളൊരു കാര്യം. അത് പിന്നെ അനശ്വരമായിട്ടുള്ള അമരമായിട്ടുള്ള ഒരെണ്ണമുണ്ട്. അത് ആത്മാവാകുന്ന ചൈതന്യമാണ്, തേജസ്സാണ്. ഇത് രണ്ടും കൂടെ ജ്യോതിസാണ്. അത് രണ്ടും കൂടെ ചേർന്നതാണ് ബ്രഹ്മം. അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ബ്രഹ്മത്തിൻ്റെ പേര് സത്യമെന്നാണ്. ബ്രഹ്മം സത്ത് മാത്രമല്ല, അസത്തായ ഈ ഭൗതിക ശരീരവും കൂടി ഉണ്ട്. അപ്പോൾ സത്തും അസത്തും ചേർന്നതാണ് ബ്രഹ്മം എന്ന് 8:3-4 വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ബ്രഹ്മത്തിൻ്റെ പേര് സത്യമെന്നാവുന്നു എന്നാണ് 8:3-4 പറയുന്നത്.
ഇത് ആദിശങ്കരൻ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മസത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ഉപനിഷത്തുകൾ അതിന് എത്രയോ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് 8:3:5 അത് ഉപനിഷത്ത് വിശദീകരിക്കുന്നു. അതിന് 3 അക്ഷരങ്ങളാണുള്ളത്. സ തി യം. സത്യം എന്നുള്ളത് അത് ആ രീതിയിൽ വിഘടിപ്പിച്ചാണ് പറയുന്നത്. അതിൽ സ എന്ന് പറഞ്ഞാൽ ഋതം, അത് അമരമായിട്ടുള്ളതാണ്. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർത്യമായിട്ടുള്ളതാണ്. മറ്റേത് അമർത്യമായിട്ടുള്ളത്, ഇത് മർത്യമായിട്ടുള്ളത്. യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമർത്യമായിട്ടുള്ളതിനെയും മർത്യമായിട്ടുള്ളതിനെയും യോജിപ്പിക്കുന്ന ഘടകമാണ്. അപ്പോൾ അങ്ങനെ ഈ 3 ഘടകങ്ങൾ ചേർന്നിട്ടാണ് എന്തൊക്കെയാണ്? അമർത്യമായിട്ടുള്ള ഒരു ഘടകം, മർത്യമായിട്ടുള്ള ഒരു ഘടകം, ഇതിനെ യോജിപ്പിക്കുന്ന മറ്റൊന്ന്, മൂന്നാമതൊരു ഘടകം. അപ്പോൾ അത് 3ഉം കൂടെ ചേർന്നാണ് സത്യം. അതാണ് ബ്രഹ്മം. ബ്രഹ്മത്തിൻ്റെ പേര് സത്യമെന്നാണെന്ന് പറയാൻ കാരണം ഇതാണ്. അത് 8:3:4, 8:3:5 എന്നീ വാക്യങ്ങളിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഏകദേശം നമ്മൾ ഈ ഛാന്തോക്യോപനിഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി അത് കൂടുതൽ വിശദമായിട്ട് പഠിക്കാനുള്ള ആൾക്കാർ ഛാന്തോക്യോപനിഷത്ത് പ്രത്യേകം പഠിക്കേണ്ടി വരും. നന്ദി, നമസ്കാരം.